വിജയുടെ വസതിയുടെ മുൻപിൽ രാവിലെ മുതൽ തന്നെ ഉണ്ടല്ലോ മുഹമ്മദ് റഹീസ്. ഈ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം, ഇത് ഹൃദയവേദന ഉണ്ടാക്കുന്ന സംഭവം എന്നൊക്കെ വിജയ് പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണത്തിന് സാധ്യതയുണ്ടോ? ഇപ്പോഴും വീട്ടിൽ തന്നെ തുടരുകയല്ലേ വിജയ്? ഉന്മേഷ്, നമ്മൾ രാവിലെ ഇവിടെ വന്നതിന് ശേഷം ആകെ 2 പേർ മാത്രമാണ്, അത് 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണ് അകത്തേക്ക് കയറി പോയിട്ടുള്ളത്. അതിലൊന്ന് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളൊരു സൂചനയുണ്ട്. പക്ഷേ അത് 2 പേർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ആകെ അകത്തേക്ക് കയറി പോയിട്ടുള്ളത്. ഈ 2 വഴികളിലും വലിയ രീതിയിലുള്ള പോലീസിൻ്റെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വീടിന് മുന്നിൽ എന്നതിനപ്പുറം ഈ റോഡിലേക്ക് വരുന്ന വഴിയിലാണ് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളത്. നിലവിൽ അവർ പല സ്ഥലത്തായി തമ്പടിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെയും ഈ പരിസരത്ത് താമസിക്കുന്ന മാത്രം അകത്തേക്ക് കടത്തി വിടുകയാണ് അവർ നിലവിൽ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ആരെയും കടത്തി വിടുന്നുമില്ല. അപ്പോൾ അങ്ങനെ സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. വിജയ് ഒരു ഘട്ടത്തിലും പുറത്തേക്ക് വരില്ല എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. അത് ഉറപ്പുമാണ്. കാരണം അദ്ദേഹം അങ്ങനെ മാധ്യമങ്ങളെ കാണൽ അദ്ദേഹത്തിനൊരു പതിവില്ല. ഈ 2 വർഷത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം, അല്ലെങ്കിൽ പാർട്ടി രൂപീകരിച്ചതിനു ശേഷമുള്ള ആ ഒരു 2 വർഷം, ആ 2 വർഷമായിട്ട് അദ്ദേഹം ഒരു വിഷയത്തിൽ പോലും ഇതുവരെ മാധ്യമപ്രവർത്തകരോട് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. അദ്ദേഹം അത്തരത്തിൽ പ്രതികരിക്കുന്ന ആളുമല്ല. പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ വിജയ് വലിയ പ്രതിരോധത്തിലാണ്. അദ്ദേഹത്തിൻ്റെ തുടർ നീക്കങ്ങൾ എന്താകും, TVKയുടെ ഭാവി എന്താകും, ഒപ്പം തന്നെ മാനസികമായി അദ്ദേഹത്തിനുള്ള വിഷമം, ഈ കാര്യമൊക്കെയും കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് TVK വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ്. അവർക്ക് എന്താണ് ഇതിനൊരു ഒരു പ്രതിരോധമായി പറയാൻ കഴിയുക? എന്തു പറഞ്ഞാലും മതിയാകില്ല. ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട കാര്യമാണ്. അത് 1ഉം 2ഉം അല്ല, മറിച്ച് 39 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത് TVKയുടെ ഒരു പ്ലാനിംഗ് ഇല്ലായ്മ കൊണ്ടാണ്. അവരുടെ പരിപാടി നടക്കുന്നതിൽ ഏകോപനത്തിലൊക്കെയും ഉണ്ടായ ഒരു പിഴവ് കൊണ്ടാണ് 39 ജീവനുകൾ നഷ്ടമായത്. അപ്പോൾ ആ കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞാലും വിജയ്ക്ക് പ്രതിരോധം തീർക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ ഏത് രീതിയിലാകും ഇനി പാർട്ടി ഇടപെടുക എന്നുള്ളത്? അത് സ്വാഭാവികമായിട്ടും മരിച്ചവരുടെയും ഒപ്പം തന്നെ ഈ ചികിത്സയിൽ കഴിയുന്നവരുടെയും ഒക്കെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം എന്തായാലും TVK പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതൊക്കെ രീതിയിലാകും വിജയ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഭാവി എന്താണ്, തുടർ പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ നിർണായകമാണ്, കൗതുകമാണ്. ഉന്മേഷ്, ശരി. മുഹമ്മദ് റഹീസ് ആണ് ഇപ്പോൾ വിജയുടെ വീടിന് മുൻപിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.